मेरे प्यारे बच्चों, आदाब। उर्दू और हिंदी की निराली दुनिया की तरफ आप सबका खुशाമദീദ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കുറേ കുട്ടികൾ കണ്ടു എന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ അവർ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യം പറഞ്ഞത് നോട്ട്ബുക്ക് എടുത്ത് അതിൽ എഴുതിയെടുത്തും ചെയ്തു എന്ന്. അതാണ് ഏറ്റവും നല്ല ഒരു ഐഡിയ. നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ കാണാനൊരുങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, നോട്ട്ബുക്കും പെന്നൊക്കെ ആയിട്ട് വന്നിരുന്ന് നിങ്ങളെ സമാധാനത്തിലൊക്കെ എഴുതിയിട്ട് പഠിക്കാം. വീണ്ടും വീണ്ടും നമുക്കത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ വാക്കുകളൊക്കെ അതിനോട് സാമ്യമുള്ള വാക്കുകളൊക്കെ എഴുതിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം വളരെ കുറച്ച് അക്ഷരങ്ങൾ പഠിക്കാം. കഴിഞ്ഞ ദിവസം നമ്മള് 8 സ്വരാക്ഷരങ്ങളും 12 വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചു അല്ലേ? അപ്പൊ ഇനി നമുക്ക് അതിന്റെ ബാക്കിയാണ് ഇന്ന് നോക്കാനുള്ളത്. ഇന്ന് നമുക്ക് വളരെ കുറച്ച് അക്ഷരങ്ങളും 2 ചിഹ്നങ്ങളും പരിചയപ്പെടണം. അതിനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടി നിങ്ങൾ ഒരുങ്ങി വരിക. आप मेरे साथ आइए, हम आज उसकी बाकी പഠേ. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ആദ്യത്തെ അക്ഷരമായിട്ട് ഇതാ, എല്ലാരും നോക്കൂ, ഇങ്ങനെ ഒരു എസ് എഴുതുന്നത് പോലെ എഴുതുന്നു. എസ് നമ്മൾ ഇംഗ്ലീഷില് എസ് എഴുതുന്നതേ പോലെയാണ് നമ്മള് ഇത് എഴുതിയത്. കണ്ടോ? ഇതിന് നമ്മള് ഹിന്ദിയില് ദ എന്നാണ് ഉച്ചരിക്കുന്നത്. സാ മറിച്ചിട്ട് എഴുതുന്ന ഒരു ഡ ഉണ്ടല്ലോ, ദ. നമ്മള് ലഡ്ക എന്നൊക്കെ എഴുതുന്ന ഡ. ഹിന്ദിയില് നിങ്ങൾ കേട്ടാണോ ലഡ്ക എന്നുള്ള പദം? ലഡ്ക എന്ന് എഴുതുന്ന ഡായാണ് നമ്മള് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു അക്ഷരത്തിൽ നിന്ന് അടുത്ത അക്ഷരത്തിലേക്ക് പോവുക എന്നുള്ളതാണല്ലോ നമ്മളെ പോളിസി അല്ലെ? അപ്പൊ അതുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡ കൂടി എഴുതി. എന്നിട്ട് ഇതിന്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു കുത്ത് കൊടുത്തു. അപ്പൊ ഇത് വേറൊരു അക്ഷരമായി മാറി. എന്താണ് ഇതിനെ പറയുന്നത്? ങ എന്നുള്ള അക്ഷരമാണ് പറയുന്നത്. ങ. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, ഒരു ഡ കൂടി എഴുതാണ്. പക്ഷെ ഞാൻ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, നേരെ താഴേക്ക് കെട്ടി വലിച്ചു. നേരെ താഴേക്ക് കെട്ടി വലിച്ചു. കാണുന്നുണ്ടല്ലോ, ഡ എഴുതിയിട്ട് അതിന് നമ്മള് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, നേരെ താഴേക്ക് ഒരു ഹോളിട്ട് കെട്ടി വലിക്കുകയാണ് ചെയ്തത്. ഇത് നമ്മുടെ സ്വരാക്ഷരത്തിൽപ്പെട്ട ഈ എന്നുള്ള അക്ഷരമാണ്. ഈ കണ്ട? ഇനി വീണ്ടും നമ്മള് ഒരു ഡ എഴുതാനുള്ള തുടക്കം കുറിച്ചു. എന്നിട്ട് നേരത്തെ എഴുതിയതുപോലെ ഈ എന്നാക്കി. എന്നിട്ട് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഒരു കൊക്ക കൊടുക്കും. ഒരു കൊക്ക. കണ്ടോ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ എന്ന് വിളിക്കുന്നത്. അപ്പോ ആദ്യം നമ്മളൊരു ഡ എഴുതി. ഈ ഡായുടെ സൈഡിലായിട്ട് നമ്മളൊരു കുത്തു കൊടുത്തു. പിന്നെ നമ്മൾ ആ ഡായെ നമ്മൾ കെട്ടി വലിച്ച് താഴേക്ക് ഇറക്കി. അപ്പൊ പിന്നെ അതിന് നമ്മളൊരു കൊക്കയിട്ട് ആദ്യം ഡ എഴുതി, അതിനെ നമ്മൾ ങ എന്നാക്കി. പിന്നെ നമ്മൾ കെട്ടി വലിച്ച് താഴേക്കിട്ട് ഈ എന്നാക്കി. പിന്നെ മുകളിലൊരു കൊക്ക കൊടുത്തുകൊണ്ട് അതിനെ ഈ എന്നാക്കി. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഈ എന്ന അക്ഷരത്തിന് അക്ഷരത്തിലേക്ക് പോകുന്നു. എന്നിട്ട് ഇതിന് നമ്മൾ ഇവിടെ ഒരു സ്റ്റാൻഡിങ് ലൈന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡിങ് ലൈന് കൊടുത്തു. ഒരു ഈ എഴുതിയിട്ട് അതിനൊരു സ്റ്റാൻഡിങ് ലൈന് കൊടുത്തപ്പോ നമുക്ക് ഝ എന്നുള്ള അക്ഷരം കിട്ടി. മുझे എന്നൊക്കെ പറയുമ്പോ മലയാളത്തിൽ നമ്മൾ ജഡുതി എന്ന് എഴുതുന്ന തായും ധായും കൂടി ചേർന്ന് ജഡുതി എന്ന് എഴുതുന്ന ആ ഒരു അക്ഷരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നോക്കൂ, ഇതേപോലെ വീണ്ടും നമ്മളൊരു ഡ എഴുതാൻ വേണ്ടി ശ്രമിച്ചു. അതിന് നമ്മൾ പകുതി വെച്ച് അവിടെ നിർത്തി കൊടുത്ത് ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഒരു കൊക്ക ഇങ്ങോട്ടിട്ട് കൊടുത്തു.
ഇതിനെയാണ് ഇത് കൂടുതലായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന അക്ഷരമാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ എന്ന് പറയുന്നത്. ഹ. നിങ്ങൾ കേട്ടാണോ? ഏ ക്യാ ഹേ, ഏ കിതാബ് ഹേ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും അല്ലെ? ഹ. ഹ എന്ന അക്ഷരമാണ് അത്. അപ്പോ ഇതാ എഴുതി, സൈഡിൽ കുത്ത് കൊടുത്തു, ങ എന്നാക്കി, ഈ എഴുതി, ഈക്ക് കൊക്ക ഇട്ടുകൊണ്ട് അതിനെ ഈ എന്നാക്കി, ഇതിനൊരു സ്റ്റാൻഡിങ് ലൈന് കൊടുത്തുകൊണ്ട് നമ്മൾ ഝ എന്ന അക്ഷരം കണ്ടു. പിന്നെ അതുപോലെ തന്നെ അതിനോട് സാമ്യമായി നമുക്ക് ഹ എന്നുള്ള അക്ഷരം ഇങ്ങനെ എഴുതിയപ്പോ കിട്ടി. അപ്പൊ ഇത്രയാണ് ഈ സെറ്റ്. ങ എഴുതി, സോറി, ഡ എഴുതി, ഡ എന്നുള്ളതിന് നമ്മൾ കുത്ത് കൊടുത്തുകൊണ്ട് ങ എന്നാക്കി, പിന്നെ അതിനെ നമ്മൾ താഴേക്ക് കെട്ടി വലിച്ച് ഈ എന്നാക്കി, മേലെ കൊക്ക ഇട്ടുകൊണ്ട് നമ്മൾ ഈ എന്നാക്കി, സ്റ്റാൻഡിങ് ലൈന് കൊടുത്ത് നമ്മൾ ഛ എന്ന അക്ഷരം കണ്ടു. അതോടൊപ്പം തന്നെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ അപ്പുറത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു കൊക്ക കൊടുത്തുകൊണ്ട് ഹ എന്നാക്കി. ഇനി നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോയാലോ? നോക്കൂ, ഹിന്ദി അക്ഷരമാലയിലെ ജന്മനാ തന്നെ ജനിച്ചപ്പോഴേ ഒരു വര കൂടെ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. നോക്കൂ, കണ്ടോ? ഇങ്ങനെ ഒരു അക്ഷരം നമ്മൾ എഴുതാൻ തുടക്കം കുറിച്ച്, എന്നിട്ട് ഇവിടെ ഒരു വര കൊടുക്കും. ഒരു ചെറിയ കൊക്ക പോലെ തോന്നും നമുക്ക് ഇതിന്റെ താഴെ ഭാഗം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ എന്നും അല്ലെങ്കിൽ ഏ എന്നും. രണ്ടും ഇതന്നെ. കണ്ടോ? ജന്മനാ തന്നെ ഇതിന്റെ കൂടെ ഒരു വരയുണ്ട്. അതേപോലെ തന്നെ വീണ്ടും നമ്മൾ ഒരു എ എഴുതുന്നു. അതിന്റെ മുകളിലായിട്ട് നമ്മള് ഒരു വര കൊടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐ എന്ന് വിളിക്കുന്നത്. ഐ. കണ്ടോ? ഇനി ഇതേപോലെ തന്നെ ഒരു വരയുള്ള ആള് വേറെ അടുത്ത ടീം വരെയാണ്. നോക്കൂ, കണ്ടോ? ഒരു വരയോട് കൂടിയാണ്. ഇതിനെ നമ്മള് ഗ എന്നാണ് വിളിക്കുന്നത്. ഗ, ഗാനം എന്നൊക്കെ എഴുതുന്ന ഗ. ഇനി വീണ്ടും അടുത്ത ആള് വരെയാണ്. ഇത് നമ്മളിങ്ങനെ കുറച്ച് മുട്ടിച്ചു, ഗ പോലല്ല, ഒന്നും കൂടി മുട്ടിച്ചു. കണ്ടോ? ഇതിന് നമ്മള് ന എന്നാണ് വിളിക്കുന്നത്. ന. ഈ സെറ്റിൽ നമുക്ക് ഒരാളും കൂടി പരിചയപ്പെടാനുള്ളൂ. അതാണ് കണ്ടോ? ഇങ്ങനെ ഇട്ടിട്ട് ഒരു വരും കൂടി കൊടുക്കാം. ഇതാണ് നമ്മള് ഷ. കണ്ടോ? ഇത്രയും അക്ഷരങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. എ, ഐ, ഗ, ന, ഷ. ഹിന്ദി അക്ഷരമാലയിൽ ജന്മനാ തന്നെ ഒരു വരയോട് കൂടി ജനിച്ച ആൾക്കാരാണ് ഇവര്, അല്ലെ? അപ്പോ എ, ഐ. എന്നും ഐന്നും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്? പിന്നെ മുകളിലൊരു വരയുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഗ, ഇത് കൂട്ടിമുട്ടിച്ചപ്പോ ണ, പിന്നെ ഇത് ഷ. കണ്ടോ? ഒന്നും കൂടി നമുക്ക് വായിച്ചു നോക്കാം. ദ, ങ, ഈ, ഝ, ഹ. എ, ഐ, ഗ, ന, ഷ. എങ്ങനെയുണ്ട്? ഓരോ ദിവസം എത്ര അക്ഷരം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക അത്ര അക്ഷരങ്ങൾ പഠിച്ചാൽ മതി. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും വീഡിയോ ഇടുന്നത്. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയം നോക്കി, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഫ്രഷായ സമയം നോക്കി നിങ്ങൾ ഇരുന്ന് പഠിക്കുക. കളി ഒക്കെ നടക്കണം, അതിൻ്റെ കൂടെ പഠനം സുഗമമായ രീതിയിൽ പ്രയാസമില്ലാതെ നടക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒപ്പം ഇതും കൂടി കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തുറന്ന് പറയാം. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്
കമന്റ് ബോക്സ് നിങ്ങൾ അതിനെ ഉപയോഗിക്കണം. ഞാനത് നോക്കിയെന്നൊന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. അധിക പേരും വാട്സപ്പിലൂടെയാണ് പറയുന്നത്, സംശയങ്ങൾ ചോദിക്കുന്നതും പിന്നെ അതിന്റെ കമന്റ്സ് പറയുന്നത് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ ഏറ്റവും സൗകര്യം അതാണ്. ഇനി വാട്സപ്പിൽ വന്നാലും എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ വിളിച്ചു പറയുമ്പോഴും ഞാനത് സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് അത് പരിഹരിക്കാം. അപ്പൊ നമുക്ക് ഇന്ന് ഇത്ര അക്ഷരങ്ങൾ മതി. ഇനി നമുക്ക് ഇതുകൊണ്ട് വാക്കുകൾ ഉണ്ടാക്കണം. പിന്നെ ഇന്ന് 2 ചിഹ്നങ്ങളും വേണം. ഒരുപാട് പഠിക്കണ്ട, കുറച്ച് പഠിക്കുക. പഠിക്കുന്നത് ശ്രദ്ധിച്ച് പഠിക്കാം. പഠിക്കാൻ കഴിയുന്ന അത്ര പഠിച്ചാൽ മതി, ബാക്കി നാളേക്ക് മാറ്റിവെക്കാം. ആ രീതിയിലുള്ള പഠനം. നിങ്ങൾ പ്രയാസപ്പെട്ട് പഠിക്കരുത്. ഇഷ്ടത്തോടു കൂടി പഠിക്കാൻ നിങ്ങൾക്ക് എത്ര പറ്റുക അത്ര പഠിച്ചാൽ മതി. പക്ഷെ കുറച്ചെങ്കിലും എന്ത് ചെയ്യണം, പഠിക്കണം. പഠിക്കാതെ നമ്മൾ ഒരു ദിവസം നഷ്ടപ്പെടുത്തുന്നത് വമ്പിച്ച നഷ്ടമായിരിക്കും. അപ്പൊ എന്തെങ്കിലും കുറച്ചെങ്കിലും പഠിച്ച്, ഒരു വാക്കെങ്കിലും പഠിച്ചിട്ട് ഒരു ദിവസത്തെ നമ്മള് ജീവിതത്തിൽ നിന്ന് അയക്കാൻ പാടുള്ളൂ. അടുത്ത ദിവസം ആകുമ്പോൾ നമുക്ക് 2 വാക്കാവും. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനും അർത്ഥം അറിയുന്ന 7 വാക്കുണ്ടാവും. കൂടുതൽ പഠിക്കുമ്പോൾ എന്താവും, കൂടുതലുണ്ടാവും. അപ്പൊ കൂടുതലൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാക്കെങ്കിലും ഒരു ദിവസം പഠിക്കണം. അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ അക്ഷരങ്ങൾ നിങ്ങൾ എഴുതി വെച്ചതുണ്ടല്ലോ, ആ അക്ഷരങ്ങളും ഈ അക്ഷരങ്ങളും കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് വാക്കുകൾ ഉണ്ടാക്കി നോക്കാം. അടുത്ത അതാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ലടുക്ക എന്നെങ്ങനെ എഴുതാം. ലടുക്ക എന്നുള്ള പദം നമ്മൾ എങ്ങനെ എഴുതുന്നു. അപ്പൊ നമുക്ക് ഇതിൽ പുതിയതായിട്ട് നമ്മൾ ഇതാ പഠിച്ചു. നേരത്തെ നമ്മൾ ലാ പഠിച്ചിട്ടുണ്ട്, കാ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ലാ എന്നുള്ള അക്ഷരം നമ്മൾ അന്ന് കായുടെ കൂടെ എഴുതിയ ആ സെറ്റിലുണ്ട്. എല്ലാവരും ബുക്കിൽ നോക്കുക കേട്ടോ. എന്നിട്ട് ലാ കിട്ടി, ദാ കിട്ടി, കാ കിട്ടി. കണ്ടോ, ലടുക്ക. ഇത്രയും കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാ. ഇനി നമുക്ക് കാന്നുള്ള ഇവിടെ കണ്ടല്ലോ നിങ്ങള്. ഇത് വെച്ച് നമുക്ക് ഏക്ക് എഴുതി വെക്കാം. 1 എന്നുള്ളതിന് എന്താ പറയാ, ഏക്ക് അല്ലെ. നിങ്ങൾ പാട്ടൊക്കെ പഠിച്ചിട്ടില്ലേ, ഏക്ക് ദോ തീൻ ചാർ പാഞ്ച് ഛേ സാത്ത് അല്ലെ. അപ്പൊ അത് നമുക്ക് എന്താക്കണം, എല്ലാം ഒറ്റയ്ക്ക് എഴുതി നോക്കണം. അപ്പൊ ഇന്ന് നമുക്ക് 1 ഇപ്പൊ എഴുതി വെക്കാം. ചിഹ്നങ്ങൾ പഠിക്കുമ്പോ നമുക്ക് വേറെയും കിട്ടുമെന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഏക്ക് എഴുതുന്നത് എങ്ങനെയാണ്, ആദ്യം ഇങ്ങനെ കൊടുത്തു, എന്നിട്ട് ജന്മനായുള്ള വര കൊടുത്തു, എന്നിട്ട് ഇതിന്റെ ഈ ഏക്ക് നമുക്ക് എ എന്നുള്ളതിന് ചെറിയൊരു വളവ് ഈ വരക്ക് കാണാറുണ്ട്. അത് കീപ്പ് ചെയ്യണം, നല്ലതാ കേട്ടോ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നോക്കൂ, ഏക്ക് കണ്ടോ, ഏക്ക് നായി. ഇനി നമുക്ക് നേരത്തെ നമ്മൾ നാ പഠിച്ചിരുന്നു അല്ലെ. അയിനക്ക് എങ്ങനെ നമ്മൾ എഴുതാം, ലടുക്കാന്ന ആൺകുട്ടി, ഏക്ക് എന്നാല് 1. ഇനി അയിനക്ക് എന്നുള്ളൊരു പദമുണ്ട്, അയിനക്ക്. അതിനൊക്കെ എന്താ അറിയാവോ, കാണിച്ച ഇതിന്റെ ഉള്ളിലുണ്ട്. അതിനൊക്കെ പറഞ്ഞാല് കന്നഡ. അപ്പൊ നമുക്ക് അതിനൊക്കെ എങ്ങനെ എഴുതണം എന്നാണ് നമ്മളെ പ്രശ്നം അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ കൊടുത്തു, കാ കൊടുത്തു, എന്തായി അതിനൊക്കെ. ഇനി നമുക്ക് ഏതൊക്കെ പദങ്ങൾ ഇതിൽ എഴുതാൻ പറ്റും. ഗാന എഴുതിക്കൂടെ, ഞാൻ അവിടെ കണ്ടു. ഗാ നമ്മള് പഠിച്ചാണ് അല്ലെ. ഗാക്ക് എന്തുണ്ട്, ജന്മന ഒരു വരയുണ്ട്. അപ്പൊ ഒരു വരയും കൂടി ഇടുമ്പോഴാണ് എന്ത് വരിക, ഗാ അല്ലെ. അപ്പൊ ലടുക്ക ആൺകുട്ടി, ഏക്ക് 1, അയിനക്ക് കന്നഡ അല്ലെ. ഇനി ഗാന, ഈ നാ ഇങ്ങോട്ട് കൊടുക്ക, ഒരു വരിയും കൊടുക്കുക. അപ്പൊ എന്തായി, ഗാന. ഗാന എന്നായാൽ എന്തായി, പാട്ട്, പാടുക. 2 അർത്ഥവും ഗാന എന്നുള്ളതിനുണ്ട്. അപ്പൊ ഗാന എന്നുള്ളതിന് പാട്ട് എന്നും പാടുക എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഗാന എന്താവും, പാട്ട് പാടുക എന്നായി മാറും. ഇനി നമുക്ക് എന്ത് കൊടുക്കണം, ഗല എന്ന് എഴുതി നോക്കാം. ഗല. നേരത്തെ നമ്മൾ കാന്ന് പഠിച്ചില്ലേ, കാൻ നമ്മൾ പഠിച്ചില്ലേ, ചെവിക്ക് കാന്ന് പഠിച്ചില്ലേ. അതേപോലെ ഇതൊരു അവയവത്തിന്റെ പേരാണ്. എന്താണ്, ഗല എന്നാൽ നമ്മുടെ കഴുത്തിനാണ് നമ്മൾ എന്ത് പറയാ, ഗല എന്ന് പറയാം.
അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വാക്കുമ്മൽ മാത്രമേ ആയി നിൽക്കുന്നില്ല, ഇനി നമുക്ക് ചിഹ്നങ്ങളിലേക്ക് പോകണം. അപ്പൊ അതിന് മുന്നേ ഇതൊന്ന് വായിച്ചു വെക്കാം. ആദ്യം ഡ എഴുതി അല്ലെ, എന്നിട്ട് അതിന് സൈഡിൽ കുത്തുകൊടുത്തിട്ട് ങ ആക്കി. പിന്നെ അതിനെ കെട്ടി വലിച്ച് താഴേക്ക് ഇറക്കിയിട്ട് എന്ത് ചെയ്തു, ഈ എഴുതി. പിന്നെ ഈ എന്നുള്ളതിന് ഒരു കൊക്ക ഇട്ടിട്ട് ഈ എന്നെഴുതി. അതിനൊരു സ്റ്റാൻഡിങ് ലൈന് കൊടുത്തപ്പോ നമുക്ക് ഝ എന്നുള്ള വാക്ക് അക്ഷരം കിട്ടി. എന്നിട്ടോ പിന്നെ അതിനെ നമ്മൾ ഹ എന്നാക്കി മാറ്റി. പിന്നെ എ എന്നും ഇതന്നെ. ഐ എന്നുള്ളതിന് നമ്മൾ മുകളിലൊരു വര ഇട്ട് കൊടുത്തു. ഗ എന്നാണ് നമ്മൾ പിന്നെ എഴുതിയത്. ജന്മന ഒരു വരയുള്ള അക്ഷരമായിട്ടാണ് നമ്മൾ ഇതിനെ വിശേഷിപ്പിച്ചത്. ന എന്നുള്ളതും ആ സെറ്റിൽപ്പെട്ട ഒരക്ഷരാണ്. ഷ എന്നുള്ളതും അതിൽപ്പെട്ട മറ്റൊരക്ഷരാണ്. അപ്പൊ ഇത്രയും അക്ഷരങ്ങൾ 1 2 3 4 5 6 7 8 9 10 11 അക്ഷരങ്ങൾ അല്ലെ. 11 അക്ഷരങ്ങളാണ് നമ്മള് ഇന്ന് പഠിച്ചത്. അത് വെച്ച് നമ്മൾ കുറച്ച് വാക്കുകൾ മാത്രം ഉണ്ടാക്കി നോക്കി. ഇനി നമുക്ക് 2 ചിഹ്നങ്ങൾ കൂടി ഇന്ന് പഠിക്കണം. 2 ചിഹ്നങ്ങൾ വളരെ ഉഷാറായിട്ട് നല്ല മനസ്സോട് കൂടി നിങ്ങള് നോക്കുക. ഒരു ചിഹ്നം ഇപ്പൊ ക എന്നുള്ള അക്ഷരത്തിന് നമ്മള് പിരിച്ചെഴുതാണെങ്കിൽ എന്ത് വരും? ക ഈക്വൽ ടു എന്തൊക്കെയാണ്? ക എന്നും പ്ലസ് ആ എന്നും കൂട്ടിയതാണ് എന്ത്? ക. എന്നും ഈ പിന്നെ ഈ ഉ എന്നൊക്കെയുള്ള 13 അക്ഷരങ്ങൾ എന്താണ്? നമ്മുടെ സ്വരാക്ഷരങ്ങളാണ്. എന്താ സ്വരാക്ഷരം എന്ന് പറഞ്ഞാല് സാന്ദർഭികമായിട്ട് പറയണത് കാണാ പഠിക്കാനൊന്നല്ല. സ്വരാക്ഷരം എന്ന് പറഞ്ഞാല് മറ്റൊരക്ഷരത്തിന്റെ സഹായമില്ലാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. ആ എന്നുള്ള തുടക്കവും ആ എന്ന് തന്നെയാണ്, അവസാനിക്കുന്നതും അത് തന്നെയാണ്. ഈ എന്നുള്ളതും അങ്ങനെ തന്നെയാണ്. നമ്മളൊന്ന് ശരിക്കും ഉച്ചരിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതേസമയം ക എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോ ഫസ്റ്റില് നമ്മൾ ക എന്നാ വരുന്നത്. ക എന്നുള്ളത് ക പ്ലസ് ആ ആണെന്ത്? ക. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വ്യഞ്ജനാക്ഷരം എന്ന് പറയാം. അപ്പൊ നമുക്ക് ക എന്നുള്ളത് ക എന്നും ആ എന്നും ചേർത്തിയപ്പോഴാണ് നമുക്ക് ക കിട്ടിയത്. ഇനി ഈ ക എന്നുള്ളതിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ എന്ന് ഒന്നും കൂടി ചേർക്കണം. അപ്പോഴാണ് എന്താ നമുക്കായത്? ക എന്നായത്. ക എന്നുള്ളതിനോട് കൂടി ഒരു വട്ടം കൂടി നമ്മൾ ആ ചേർത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ക എന്ന് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ക എന്നുള്ളതിനോട് കൂടി അടുത്ത സ്വരാക്ഷരമായ ഈ എന്നുള്ളത് ചേർക്കണം. അങ്ങനെയാകുമ്പോ നമ്മള് ആദ്യം ഒരു വര കൊടുക്കുന്നു, അതായത് ഒരു പോസ്റ്റ് നാട്ടുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ? നമുക്ക് ഏതക്ഷരാണോ എഴുതാനുള്ളത് അത് എഴുതി. നമ്മളിപ്പോ ഇവിടെ ഉദാഹരണത്തിനെടുത്ത് കാന്നുള്ളതാണ്. അപ്പൊ നമ്മള് അക്ഷരം എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ഇതിമ്മക്ക് ഒരു കണക്ഷൻ കൊടുക്കാം. കണ്ടോ? ഇതാണ് എന്ത്? മലയാളത്തിൽ നമ്മൾ എഴുതുന്ന കെട്ടില്ലാത്ത വള്ളി. ഇത് ക എന്നുള്ളത് മലയാളത്തില് നമ്മുടെ ദീർഘം. ഇത് കെട്ടില്ലാത്ത വള്ളി. ഇനി ക എന്നുള്ളതിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എന്നുള്ള അക്ഷരം കൂട്ടിക്കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ആദ്യം അക്ഷരം എഴുതാം, എന്നിട്ട് എന്ത് ചെയ്യാ? വള്ളി കൊടുക്കാം. അപ്പൊ വള്ളിയുടെ സ്ഥാനം എങ്ങോട്ട് മാറി? വലതുവശത്തേക്ക് മാറി. അപ്പൊ എന്തായി? മലയാളത്തിൽ നമ്മുടെ കെട്ടുള്ള വള്ളിയാണ് നമുക്ക് കിട്ടിയത്. ഈ 2 ചിഹ്നങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക എന്ന അക്ഷരത്തിനോട് കൂടി ഈ ചേർക്കുമ്പോൾ ആദ്യം നമ്മൾ പോസ്റ്റ് നാട്ടും, അതിനുശേഷം നമ്മൾ അക്ഷരം എഴുതും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ അക്ഷരത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. ഇടത് വശത്തുനിന്ന് വള്ളി കൊടുക്കും. മനസ്സിലായല്ലോ? ക എന്നുള്ളതിനോട് കൂടി നമ്മൾ ഈ ചേർക്കുമ്പോഴോ വള്ളിയുടെ സ്ഥാനം മാറ്റി നമ്മൾ അതെന്ത് ചെയ്തു? വള്ളി വലതുവശത്താക്കി ഇട്ടു. അപ്പൊ നമുക്ക് മലയാളത്തിൽ കെട്ടുള്ള വള്ളിയാണ് കിട്ടിയത്. കീ. മനസ്സിലായല്ലോ? അപ്പൊ ഇനി അക്ഷരം മാറ്റിയാലേ
പ എന്നുള്ളതിന് നമ്മൾ കൊടുത്താലോ പ പ്ലസ് ഇ എങ്ങനെ കൊടുക്കും? പി എന്ന് എഴുതുമ്പോ ആദ്യം പോസ്റ്റ് കാട്ടിയിട്ട് അക്ഷരം എഴുതിയിട്ട് ഇങ്ങനെ കൊടുക്കും. പി എന്ന് എഴുതാനോ പ എന്ന് എഴുതിയിട്ട് ഈ എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യും? ആദ്യം പ എഴുതും, പിന്നെ വള്ളി കൊടുക്കും. മനസ്സിലായല്ലോ? അങ്ങനെ അക്ഷരം മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് ചിഹ്നങ്ങള് അങ്ങനെ ഓരോ അക്ഷരം ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുമ്പോ അങ്ങനെ വായിക്കാം കേട്ടോ. പാനി അങ്ങനെ എഴുതാം. ഇപ്പൊ നിങ്ങൾക്ക് ഒറ്റക്ക് പാനീന്ന് എഴുതാൻ അറിയും. നിങ്ങളൊന്ന് എഴുതി നോക്കി. ഉദാഹരണത്തിന് നമ്മള് പറയാണ് പാനി. ഒന്ന് എഴുതി നോക്കൂ. ആദ്യം എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം പഠിച്ച ചിഹ്നമാണ് പ എന്നതിന് വര കൊടുത്താൽ പാ എന്നാവും അല്ലെ. എന്നിട്ട് ഞാൻ എഴുതും പാനി. കണ്ട വാട്ടറായി പാനി. ഇനി നമ്മള് കിതാബ് എന്ന് എഴുതി വെക്കാം. പുസ്തകം വേണം നമുക്ക്. കിതാബ് ആദ്യം എന്ത് ചെയ്യണം? കെട്ടുണ്ടോ? കെട്ടില്ലേ? കെട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ആദ്യം പോസ്റ്റ് കൊടുക്കുക, എന്നിട്ട് കാ എഴുതാം. പിന്നെ താ ഇതല്ലേ താ. കണ്ടോ? അപ്പൊ നമ്മൾ പഠിച്ച രണ്ട് ചിഹ്നം ഒപ്പം വന്നു. ഇനി ഇവിടെ ബാ എഴുതി കൊടുക്കാം. എന്തായി? കിതാബ്. ഇനി ഇത് നമുക്ക് കിസാൻ ആക്കണം. കിസാൻ. കിതാബ് പറഞ്ഞാൽ പുസ്തകം അല്ലെ. പാനി പറഞ്ഞാൽ വാട്ടറാണെന്ന് നമ്മൾ പറഞ്ഞു. കിതാബ് പറഞ്ഞാല് പുസ്തകം, ബുക്ക് അല്ലെ. ഇനി നമുക്ക് ഇതിന് കിസാനാക്കാൻ എന്താ വേണ്ടത്? നമ്മൾ പഠിച്ച സാ വെച്ചുകൊടുക്ക, സാ. നാ വെച്ചുകൊടുക്ക, കിസാൻ. ഫാർമർ, കർഷകനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കിസാൻ. കണ്ടോ? മനസ്സിലാവുണ്ടോ? പ്രയാസമില്ലല്ലോ. അപ്പൊ രണ്ട് ചിഹ്നങ്ങളായി. ഇനി അടുത്തത് ഇനി നമുക്ക് നേരത്തെ നമ്മൾ 1 എന്നുള്ളതിന് പഠിച്ചു അല്ലെ. നമുക്ക് 3 എന്നുള്ളതിന് പഠിക്കാന്ന്. ഓരോ ചിഹ്നങ്ങൾ വരുമ്പോൾ നമുക്കൊന്ന് നോക്കാലോ. അപ്പൊ നമുക്ക് 3 എന്താ പറയാ? എക്ക് ദോ തീൻ അല്ലെ. അവിടെ തീൻ, അവിടെ എങ്ങനെ വന്നു? തീൻ. അപ്പൊ എങ്ങനെ നമ്മള് തീൻ എഴുതാ? അവിടെ ബോർഡിലാണ് സ്ഥലമില്ലാത്ത അല്ലെ. നമുക്കത് മായ്ച്ച് എഴുതണോ? നിങ്ങളെല്ലാരും എഴുതിയെടുത്തോ? എന്നപ്പോ അത് മായ്ക്കാം അല്ലെ. ഇത് മായ്ച്ച് എഴുതിയാലോ? ആദ്യം എഴുതിയതാണ് മായ്ക്കാം. നമുക്ക് തീൻ എന്ന് എഴുതാം. ആദ്യം നമ്മള് താ എന്നുള്ള അക്ഷരം എഴുതി. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? വള്ളി വലതുവശത്താണ് വേണ്ടത് അല്ലെ. തീൻ. ഇതിന് നാ കൊടുത്താൽ മതി. തീൻ. എന്താ? ഇനി നമുക്ക് പീനാന്ന് എഴുതാം. പീന. എന്താ പീന എന്നാലേ? പീന കുടിക്കുക അല്ലെ. എങ്ങനെയാണ് പീനാന്ന് എഴുതാ? പാ എഴുതും, വള്ളി വലതുവശത്ത് കൊടുക്കും, നാ എഴുതും. കണ്ടോ? പീന. കഴിഞ്ഞ ദിവസം നമ്മള് ദാദാ പഠിച്ചില്ലേ? ദാദാ പറഞ്ഞാ മുത്തശ്ശൻ അല്ലേ. ഇനിയിപ്പൊ ദാദീന്ന് എങ്ങനെ എഴുതാ? മുത്തശ്ശിയെ വേണ്ടേ നമുക്ക് കൂടെ കൂട്ടുക. ദാദി. സോറി, ദാ പഠിച്ചിട്ടില്ല അല്ലെ. ദാ നാളെ പഠിക്കാം കേട്ടോ. അടുത്ത ദിവസം പഠിക്കാം. അപ്പൊ എഴുതാം. നാനാ പഠിച്ചു അല്ലെ. നാനാ പഠിച്ചോ? നാനല്ലേ നമ്മള് പഠിച്ചത് കഴിഞ്ഞ ദിവസം? ദാദല്ല പഠിച്ചേ, നാനാ പഠിച്ചേ. ടീച്ചർക്കുള്ള മിസ്റ്റേക്കാണത്. അപ്പൊ നാന എന്നുള്ളതിന് നമ്മള് മുത്തശ്ശിയെ നമ്മളെന്താ വിളിക്കുക? നാനി. നാ എഴുതി വരയിട്ടു, നാ എഴുതി വള്ളി ഇട്ടു. കണ്ടോ? നാനി. അപ്പൊ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഇങ്ങനെ അതിന്റെ കൂടെ പഠിച്ചു വരികയാണ്. ഇന്നിപ്പോ നമ്മള് ഗല പഠിച്ചു. ഗല എന്നാ കഴുത്താണ്, കാൻ എന്നാ ചെവിയാണ്. അവയവങ്ങള് 2 എണ്ണായി. അതേപോലെ നാന കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇന്ന് നമ്മൾ നാനി പഠിച്ചു അല്ലെ. മുത്തശ്ശനും മുത്തശ്ശിയും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കളറ് പഠിച്ചിരുന്നു. അതേതേന്നു? കാല അല്ലെ. കാല പഠിച്ചില്ലേ? ഇനി അപ്പൊ നമുക്ക് കാല എന്നാല് കറുപ്പ്. ഇനി നമുക്ക് മഞ്ഞക്ക് എന്താ പറയാ നോക്കാം. പീല. കണ്ടോ? കാല, പീല. 2 കളറ് പഠിച്ചു. ഇനി നീലക്ക് എല്ലായിടത്തും നീല തന്നെ പറയുന്നത്. നോക്കൂ. അപ്പൊ നീല. നീല ആസ്മാൻ എന്നാ പറയാം. നീല ആകാശ് അല്ലെങ്കിൽ നീല ആസ്മാൻ. നോക്കൂ, നമ്മൾ 3 കളറ് പഠിച്ചു.
ഓരോന്നോരോന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എന്തൊക്കെ നമ്മൾ പഠിച്ചു എന്ന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആലോചിക്കണം, നമുക്ക് നല്ലതാ. അപ്പൊ നമ്മൾ ഇന്ന് 2 ചിഹ്നങ്ങളാണ് പഠിച്ചത്. വളരെ ഉഷാറായിട്ടുണ്ട്. എല്ലാരും എന്ത് ചെയ്യാം, നിങ്ങളെല്ലാരും നല്ല ശ്രദ്ധിച്ചിരിക്കണ്ട്, കേൾക്കണ്ട്, അതോടൊപ്പം തന്നെ പഠിക്കുകയും ചെയ്യുക കേട്ടോ. ബുദ്ധിമുട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ എന്തെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ ടീച്ചറെ അറിയിക്കാൻ മറക്കരുത്, മടിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോ ഇതിന് ഒരുങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാരും നല്ല കുട്ടികളായിട്ട് പഠിക്കാനുള്ള സമയം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടും കൂടി ശ്രമിക്കുക. പഠിക്കാനുള്ള സമയം കണ്ടെത്തണം. ജീവിതത്തിൽ കളി മാത്രം പോരാ, നമ്മൾ എന്നും കളിക്കൂല. നിങ്ങൾക്കറിയാം, നിങ്ങളെ വീട്ടില് ഉപ്പയൊന്നും അല്ലെങ്കിൽ രക്ഷിതാക്കളൊന്നും ഇപ്പൊ കളിക്കാൻ പോണില്ല. ഒക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്താണ്. അടുത്ത് നമുക്കത് കൈമാറുമ്പോ നമുക്കും അതൊക്കെ നടത്തണം. അപ്പൊ അതിനെന്ത് വേണം, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളായി മാറണം. നല്ല കുട്ടികളായിട്ട് നല്ല മനസ്സോടു കൂടി സന്തോഷമായിട്ട് സങ്കടമൊന്നും ഇല്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടെങ്കിൽ അറിയിച്ചുകൊണ്ട് അതിനെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, എല്ലാവർക്കും സ്നേഹത്തോടെ ശുക്രിയ. ഖുദാ.